അംബേദ്കർ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്, 5 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന ഇലക്ഷനാണ്, അതിൽ കിട്ടുന്ന വോട്ടിന്റെ ഭൂരിപക്ഷമാണ്, അതുവഴി കിട്ടുന്ന ഭരണമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഡെമോക്രസിയിലേക്ക് നമ്മൾ കാല് വെക്കുമ്പോൾ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് കാല് വെക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ സാങ്കേതിക വശം എന്നത് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒന്നാണ്, അത് അതിൻ്റെ ഉള്ളിൽ ഉൾച്ചേർന്ന ഒന്നാണ്. പക്ഷേ അതല്ല ജനാധിപത്യം. പിന്നെന്താ ജനാധിപത്യം എന്ന് ചോദിക്കുന്നുണ്ട് അംബേദ്കർ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു ഹൈറാർക്കിക്കലായിട്ടുള്ള ശ്രേണീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ പുതുക്കി പണിതുകൊണ്ടിരിക്കണം. ഇതിനെയാണ് ജനാധിപത്യം എന്ന് അംബേദ്കർ വിളിക്കുന്നത്. റീഓർഗനൈസ് ദ സൊസൈറ്റി എന്തിൻ്റെ വെളിച്ചത്തിൽ? ഈ പ്രധാനപ്പെട്ട 3 മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ ഈ ശ്രേണീകൃതമായ ഇന്ത്യൻ സമൂഹത്തെ നിരന്തരം പുതുക്കി പണിയുന്ന പ്രക്രിയയെ ആണ് അദ്ദേഹം ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി എന്നൊക്കെ വിളിക്കുന്നത്, സാമൂഹ്യ ജനാധിപത്യം. ഈ സാമൂഹ്യ ജനാധിപത്യ പ്രക്രിയ തകർക്കപ്പെട്ടാൽ, അത് എവിടെങ്കിലും നിലച്ചാൽ, പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് സാങ്കേതികവും, ഈ തെരഞ്ഞെടുപ്പും കൂടുതൽ വോട്ടും. അപ്പോൾ വോട്ടിൻ്റെ സമയമാകുമ്പോൾ എല്ലാം മാറ്റിവെച്ച് എല്ലാവരുടെ വോട്ടും നമ്മുടെ പെട്ടി വീഴണം എന്നുള്ള തരത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചലിക്കാൻ തുടങ്ങും.